വാർത്തകളിലേക്ക്. സ്വർണ്ണവിലയിൽ റെക്കോർഡ് കുതിപ്പ്. സ്വർണ്ണവില പവന് 3160 രൂപ കൂടി 1,14,400 രൂപയായി. ഇന്ന് 3 തവണയാണ് സ്വർണ്ണവില കൂടിയത്. ഗ്രാമിന് 13,800 രൂപയാണ് വില. ഓഹരി വിപണിയും രൂപയുടെ മൂല്യവും കുത്തനെ ഇടിഞ്ഞിട്ടുണ്ട്. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി ചെയ്യുന്നു. ശ്രീനാഥ്, ട്രംപിന്റെ ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കലുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾക്കിടെ ഉയരുന്ന സ്വർണവും മറുഭാഗത്ത് താഴ്ന്നു പോകുന്ന ഓഹരി വിപണി 1000 പോയിന്റോളാണ് ഇന്ന് സെൻസെക്സ് ഇടിഞ്ഞത്. എന്താണ് കാരണം? തിരികെ വരുമോ വിവരങ്ങൾ? സുഹൈൽ, സ്വർണത്തിന്റെ കാര്യത്തിൽ ഇന്ന് അസാധാരണമായ ഒരു വില വർധനവാണ് ഉണ്ടായത്. സാധാരണ രാവിലെ 9:30 സ്വർണ്ണവിലയിലെ മാറ്റം നമുക്ക് അറിയാൻ കഴിയുന്നതാണ്. ഒരു തവണ മാത്രമാണ് പൊതുവെ സ്വർണ്ണവിലയിൽ മാറ്റം ഉണ്ടാവാറുള്ളത്. പക്ഷെ ഇന്നിപ്പോൾ 3 തവണ അതിൽ മാറ്റമുണ്ടായി. രാവിലെ തുടക്കത്തിൽ 95 രൂപ വർദ്ധിച്ചു, പിന്നീട് 11:30 അത് 100 രൂപ കൂടി അധികമായി വർദ്ധിച്ചു ഗ്രാമിന്. പിന്നീട് ഉച്ചയ്ക്ക് ശേഷമായപ്പോഴേക്കും 200 രൂപ കൂടി ഗ്രാമിന് വർദ്ധിച്ചതോടെയാണ് ഏതാണ്ട് 3160 രൂപ പവനുമേൽ ഇപ്പോൾ വർധനവ് ഉണ്ടായിട്ടുള്ളത്. ഒരു വലിയ വർധനവ് ഇന്നുണ്ടായി എന്നത് ചുരുക്കത്തിൽ നമുക്ക് പറയാൻ വേണ്ടി കഴിയും. 5 മണിക്കൂറിനിടെയാണ് ഇത്രയും വില ഉയർന്നു പോയതും. നേരത്തെ സുഹൈൽ സൂചിപ്പിച്ചതുപോലെ ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര തലത്തിൽ ഒരു അരക്ഷിതാവസ്ഥ നിലനിൽക്കുന്നുണ്ട്, ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഒപ്പം നേരത്തെ തന്നെയുള്ള ട്രംപിന്റെ വ്യാപാര നയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഉണ്ട്. ഒപ്പം തന്നെ സ്വർണ്ണം ഒരു നിക്ഷേപമായി കണ്ട് വില ഇനിയും ഉയരുമെന്ന കണക്കുകൂട്ടലിൽ ഊഹക്കച്ചവടക്കാരും നിക്ഷേപകരും വലിയ തോതിൽ സ്വർണം വാങ്ങിക്കൂട്ടുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ സ്വർണത്തിന് ഡിമാൻഡ് കൂടുന്ന സാഹചര്യം കൂടി ഇതിൽ വരുന്നുണ്ട്. അങ്ങനെ പല വിധമായ കാരണങ്ങൾ കൊണ്ടാണ് സ്വർണ്ണ വില കൂടുന്നത്. അന്താരാഷ്ട്ര തലത്തിലെ പല പ്രശ്നങ്ങളും ഇന്ന് ഓഹരി വിപണിയെ കാര്യമായി തന്നെ ബാധിച്ചു. ഏതാണ്ട് 1000 പോയിന്റിലധികമാണ് സെൻസെക്സ് ഇടിഞ്ഞത്. നിഫ്റ്റി പരിശോധിക്കുമ്പോഴും 1.38% ഇടിവ് നിഫ്റ്റിയിലും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 3 മാസത്തിനിടയിലുള്ള ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് ഓഹരി സൂചികകൾ ഇന്ന് എത്തുകയും ചെയ്തിട്ടുണ്ട്. രൂപയുടെ കാര്യത്തിൽ വലിയ തകർച്ച നേരിടുന്ന ദിനങ്ങളാണ്. ഇന്നലെ ഒരു ഘട്ടത്തിൽ 91 കടന്ന് പിന്നീട് അതിന് താഴേക്ക് എത്തിയതാണ്. ഇന്നും ഒരു ഘട്ടത്തിൽ 91 എന്ന ആ ഒരു മാർക്ക് അത് ഡോളറിന്റെ കാര്യത്തിൽ രൂപ മറികടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. റിസർവ് ബാങ്ക് കാര്യമായി ഇടപെടുന്നത് കൊണ്ടാണ് ഇപ്പോൾ ആ വീഴ്ചയുടെ ആഘാതം ഒരു പരിധിവരെയൊക്കെ കുറഞ്ഞു നിൽക്കുന്നത്. സുഹൈൽ, ശ്രീരാജേന്ദ്രനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.